ഇന്ന് രാവിലെയാണ് ഈ ആന, കുട്ടിയാന അവിടെ മാലിന്യക്കുഴിയിൽ വീണത്. രാവിലെ 6 മണിക്ക് വീണു എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ അത് ആളുകൾ കണ്ടപ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞാണ് ആളുകൾ അത് കണ്ടത്. പിന്നീട് ഉടൻ തന്നെ വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു. അവർ എത്തി. പിന്നെ രക്ഷാപ്രവർത്തനം, അത് രക്ഷാദൗത്യം പലതരത്തിൽ മണ്ണ് നീക്കി, JCB കൊണ്ടുവന്ന് മണ്ണ് നീക്കി വഴിയൊരുക്കി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമായിരുന്നു. എന്നാൽ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 6 മണിക്കൂറോളം നേരം ആ കുട്ടിയാന പ്രാണന് വേണ്ടി പിടയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒടുവിൽ ആന ചെരിയുകയാണ്. ആനയ്ക്ക് അവിടെ നിന്ന് കരകയറാൻ പറ്റിയില്ല. ആനയുടെ പകുതി ഭാഗത്തിന് കീഴെ അത് മണ്ണിൽ മൂടിയിരുന്നു. വെള്ളമുണ്ടായിരുന്നു. വെള്ളവും ചെളിയുമൊക്കെ ആനയുടെ ലങ്സിനുള്ളിലേക്ക്, ശ്വാസകോശത്തിനുള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ടാകാം എന്നൊക്കെയുള്ള സംശയമുണ്ട്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം എന്താണ് എന്നതറിയാൻ കഴിയൂ. ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് ആനയ്ക്ക് എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. പിന്നീട് കല്ലുകൾ ആനയുടെ ദേഹത്തേക്ക് വീണിട്ടുണ്ട്, കരിങ്കൽ ഉൾപ്പെടെ. ആന കിടക്കുന്ന രീതിയും അതും വളരെ വേദന ഉണ്ടാക്കുന്നൊരു കാഴ്ച കൂടിയാണ്. ഞാൻ ഇപ്പോൾ പോകുന്നത് ഷാജഹാനിലേക്കാണ്. ഷാജഹാൻ ഈ പ്രദേശവാസിയാണ്. ഷാജഹാൻ്റെ സ്ഥലത്ത് ഉള്ള സെപ്റ്റിക് ടാങ്കിലാണ് ആന വീണത്. കുറേ വർഷങ്ങളായി നിങ്ങൾ അവിടെ നിന്ന് താമസം ഉപേക്ഷിച്ച് പോയതാണ്. അതിനുള്ള കാരണവും ഈ ആനകളുടെയൊക്കെ ശല്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങളവിടെ ഉമ്മയുടെ അനുജത്തിയും ഭർത്താവൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ അവരിപ്പോൾ അവിടുന്ന് 16 വർഷമായിട്ട് അവിടുന്ന് മാറിപ്പോയി. കാരണം ഇതുപോലെ തന്നെ ആലിശല്യം, വന്യമൃഗശല്യം വളരെയധികം രൂക്ഷമായതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് എല്ലാവരും മാറിപ്പോയത്. അതെ, അതായത് എനിക്ക് തോന്നുന്നത് 10-17 വർഷമായിട്ട് നിങ്ങൾ അവിടെ നിന്ന്, അപ്പോൾ എത്ര കാലമായി അവിടെയുള്ള ആളുകൾ ആനയുടെയും പുലിയുടെയും ഒക്കെ ശല്യം അനുഭവിക്കുന്നുണ്ട് എന്നതാണ്. അതിനൊരു മാറ്റവുമില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു ആദ്യം ശല്യം അവിടെയൊക്കെ കുറച്ച് ശല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും പക്ഷേ ഒരു 7-8 വർഷമായിട്ട് വളരെ രൂക്ഷമായ ശല്യം എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു നിലയ്ക്കും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. ആളുകളെല്ലാം തന്നെ കുറേ മാറിപ്പോയി. ഇപ്പോൾ അവിടെ നിലവിൽ ആദിവാസി കോളനി ഉണ്ട്. അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്ന, ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾക്കും റോഡിലൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതിൻ്റെ വിഷൻസൊക്കെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. വളരെ അപകടമായ രീതിയിലാണ് ആളുകൾ അതിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ, യാത്ര ചെയ്യുന്നത് തന്നെ. രാവിലെ ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീട്ടിലെത്തുമോ എന്നുള്ള ഭയപ്പാടോടുകൂടി ഏത് വഴിക്കും അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത പ്രത്യേക സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നിതെങ്ങനെയാണ് താങ്കൾ കണ്ടത്? കുട്ടിയാന അതിൽ വീണിട്ടുണ്ട് എന്നൊക്കെയുള്ള താങ്കളാണ് ആദ്യം കണ്ടത്? അതെ, അമ്മാവൻ്റെ മകനാണ് എന്നെ വിളിച്ചത്. ഞാനിവിടെ പുറത്തായിരുന്നു. ഉടൻ തന്നെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആന കുഴിയിൽ ഇങ്ങനെ വീണ് കിടക്കുകയായിരുന്നു. തലയും 2 കൈയും തുമ്പിക്കൈയും പുറത്തിട്ടിട്ട് ബാക്കിയുള്ള ഭാഗമെല്ലാം വളരെ ഇടുങ്ങിയ ഒരു ടാങ്കായിരുന്നു. കൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് കരിങ്കല്ല് വെച്ച് കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ടാങ്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് മുഴുവനോടെ അതിൻ്റെ നടുഭാഗം ഇരിക്കുന്ന രീതിയിലേക്ക്, അത് ബാക്ക് വശം മുഴുവൻ ഫുള്ളായിട്ട് അതിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കയറി വരാനോ മറ്റോ ഒന്നും പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അത് നല്ല രീതിയിൽ ജാമായിട്ടുണ്ട് അടിഭാഗം. ഞാൻ രാവിലെ ചെല്ലുമ്പോൾ നല്ല ഉഷാറായിരുന്നു ആന. എഴുന്നേറ്റ് കഴിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ കവുങ്ങിൻ്റെ പട്ടയൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ നല്ല ആരോഗ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വന്ന് തിരിച്ചങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആകുമ്പോഴേക്കും ഒരു 11:30-12 മണിയോടുകൂടി ആന ചെരിഞ്ഞു എന്നുള്ള വിവരമാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. അത് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമായി. അതെ, തീരെ പ്രായം കുറഞ്ഞ കുട്ടിയാനയാണെന്ന് തോന്നുന്നു. ദിവസങ്ങളൊക്കെ പ്രായമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കുട്ടിയാണ്, ഒരു കുട്ടിക്കൊമ്പനാണ്, അധികം പ്രായമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് മറ്റ് കാട്ടാനക്കൂട്ടമൊക്കെ ആ പ്രദേശത്ത് തമ്പടിച്ച് നിന്നിരുന്നു എന്ന് വിവരമുണ്ടായിരുന്നല്ലോ. അത് താങ്കൾ കണ്ടിട്ടുണ്ടോ? അപ്പോഴെന്നല്ല, ഞങ്ങളിപ്പോൾ അശ്വിനടക്കം ഞങ്ങൾ തിരിച്ച് പോരുന്ന സമയത്ത് പോലും കാട്ടാനക്കൂട്ടം അവിടെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഒരു 200-250 മീറ്റർ മാറി അവിടെ പല തവണയായി റോഡ് സൈഡിലേക്ക് വരികയും എല്ലാ ചാനലുകാരും കണ്ടു, റോഡ് സൈഡിലേക്ക് വരികയും തിരികെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനകൾ അവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല. ഈ ആനയുടെ വീഴ്ചയിൽ അതിന് പരുക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിന് സംശയമില്ല, അല്ലേ? അത് മാത്രമല്ല, അതിന്റെ ഈ കല്ലുകളൊക്കെ, അതിന്റെ കല്ലുകളൊക്കെ ദേഹത്തേക്ക് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. കരിങ്കല്ലും അങ്ങനെയില്ല. അത് നമ്മൾ JCB എടുത്തപ്പോൾ അവിടെ സൈഡിൽ നിന്ന് ഇളകിയിട്ടുള്ള കല്ലുകളാണ്. അത് ആ ടാങ്കിൻ്റെ സൈഡിൽ ഇറങ്ങിയുള്ള ചെറിയ കല്ലുകളാണ്.
വലിയ കരിങ്കൽ പാറക്കഷ്ണങ്ങളൊന്നുമില്ല. അത് വെച്ചാൽ ടാങ്ക് നമ്മൾ സൈഡ് കെട്ടിയിട്ടുള്ള നമ്മളുടെ കല്ല് സൈസാക്കി വെച്ചുള്ള കല്ലുകൾ അടന്നു വീണിട്ടുള്ളതാണ്. അതിൽ പരിക്ക് പറ്റാനുള്ള കാര്യമൊന്നുമില്ല. പരിക്ക് കാര്യമായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു ശരീരം ഒരു ചെറിയ ഇടുങ്ങിയ ടാങ്കിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പരിക്ക് ഇപ്പോൾ നടുഭാഗം ഒക്കെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു കാലിൻ്റെ മുകൾ വശം നട്ടെല്ലിൻ്റെ ഭാഗത്തൊക്കെ നല്ല ക്ഷതം നമുക്ക് പുറത്തേക്ക് എടുത്തിയപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആനയ്ക്ക്. അപ്പോൾ കാര്യമായ ക്ഷതം പറ്റിയിട്ടുണ്ട് ആൾക്ക്. ശരി, ഞാൻ എത്താം. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, രക്ഷാദൗത്യത്തിലൊക്കെ എന്തെങ്കിലും പാളിച്ചയുണ്ടായിട്ടുണ്ടോ എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അവർക്ക് വന്യമൃഗശല്യത്തിൽ നിന്നൊരു മോചനം വേണമെന്നുള്ളത്. കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് പരിഹാരമാകുന്നില്ല. അതിൻ്റെ കൂടി ഒരു പരിണത ഫലം ആണ് ഇന്നിപ്പോൾ അവിടെ കണ്ടത്.